ഹലോ ഗൈസ്, നമുക്കിന്ന് പുറത്ത് വരെ പോകണം. കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു. റീസൺ എന്താ ഞാൻ ലാസ്റ്റ് പറയാം. അപ്പോൾ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നമ്മൾ ഈ ഏരിയയിൽ താമസിക്കുന്നെങ്കിൽ ഇവിടുത്തെ പകുതിമുക്ക കടകൾ നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ആ കട ചോദിച്ച് നമ്മൾ വേറെ ചേട്ടൻ്റെ കടയിൽ കയറിയപ്പോൾ ആ വേറെ ചേട്ടനും അറിയത്തില്ല ആ കടയിലാണ്. ആകെ മൊത്തത്തിൽ കൺഫ്യൂഷനായി. ഇപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായില്ല, ആർക്കും മനസ്സിലായില്ല. പാവം ആദ്യം ഞാൻ അവിടെ വരെ പറഞ്ഞു വിട്ട്. സാരമില്ല ഗൈസ്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കണം. അപ്പം നമ്മൾ വേറെ കടയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ വട വാങ്ങിക്കാൻ വേണ്ടി വേറെ കടയിലോട്ട് വന്നു. അവിടെ വന്നിട്ട് ഉഴുന്നുവട, പരിപ്പുവട ഒക്കെ ഉണ്ടായിരുന്നു. അമ്മച്ചി ഏതാ പറഞ്ഞു വിട്ടതെന്നൊരു കൺഫ്യൂഷൻ. ഞാൻ ഉഴുന്നുവട വാങ്ങിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ അടുത്ത കടയിൽ പോയി കുറച്ച് മെൻഡോസും ജെല്ലിമുട്ടയും വാങ്ങിച്ചു. അവിടുത്തെ ചേച്ചി ഞാൻ തുറച്ച് നോക്കി വീഡിയോ എടുത്ത് പിടിച്ച് ഞാൻ ആദ്യം വിചാരിച്ചു. പക്ഷേ എൻ്റെ വെറും തോന്നലായിരുന്നു ഗൈസ്, അത് ചേച്ചി പിടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ വീട്ടിൽ ചെന്ന് ചേട്ടന് മുട്ടായി കൊടുക്കണമെന്ന് ആലോചിച്ചപ്പോൾ ചേറെ മുട്ടായി എടുത്തു. കാരണം അവൻ്റെ പൈസേനെ മുട്ടായി വാങ്ങിച്ചത്. അതുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞാൽ ഞാൻ അകത്താക്കി. നമ്മുടെ സ്വന്തം സേർത്തോട് ബസ് സ്റ്റാൻഡ് കണ്ടു. നല്ല വ്യൂ ആയിരുന്നു ഗൈസ്. നമ്മൾ വീട്ടിലോട്ട് പോവാം. നമ്മുടെ സ്ഥലം എത്താറായി ഗൈസ്. വീട്ടിൽ ഇനി കുറച്ച് ദൂരം കൂടെ മാത്രം, ജസ്റ്റ് കുറച്ച് ദൂരം കൂടെ. ഇവിടെ വന്നപ്പോൾ അതിനെക്കാട്ടിലും വ്യൂ. ഞാനിപ്പോൾ എന്തിനാണ് പോയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഹോസ്പിറ്റൽ വരെ പോയതാണ്. എന്തിനാന്ന് ചോദിച്ചാൽ എന്നെ പട്ടി കടിച്ചു. എന്താ പട്ടിയെന്ന് ചോദിച്ചാൽ എൻ്റെ പട്ടി തന്നെയാണ്. എൻ്റെ ടോബിക്കൂട്ടൻ തന്നെ കടിച്ചത്. അവൻ്റെ ഫോട്ടോ ഞാൻ ടാഗ് ചെയ്തേക്കാം. പിന്നെ വഴിയെ പോകുന്ന പട്ടിയുടെ ടാറ്റയൊക്കെ കാണിച്ചു. വെറുതെ ഒന്ന് പട്ടിയെ ചൊറിഞ്ഞപ്പോൾ ഒരു വല്ലാത്ത മനസ്സുഖം. എൻ്റെ മനസ്സിന് വല്ലാത്ത ആശ്വാസം. വീട്ടിൽ വന്നു, സെറ്റായി. ഇനി ഡ്രസ്സൊക്കെ മാറണം. ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണ് കഴിച്ച് നമ്മുടെ ടോബിക്കൂട്ടൻ. അവൻ എന്നെ കടിച്ചുകൊണ്ട് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി.